നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിനെ പൊടിപടലമാക്കാം, ഇറാനെ ബോംബിട്ട് തകർക്കാം. ഇസ്രയേൽ മധ്യപൂർവ്വദേശത്ത് തല ഉയർത്തി നിൽക്കുമ്പോൾ ആ രാജ്യം ഇപ്പോൾ ഭയപ്പെടുന്നത് മറ്റൊരു കാര്യത്തിൽ. ഗ്രീക്ക് ദ്വീപായ സാന്റോറിനിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർ ഭൂചലനങ്ങൾ. ഒന്നും രണ്ടുമല്ല, 7000-ലധികം ഭൂചലനങ്ങളാണ് മേഖലയിൽ സംഭവിച്ചത്. ഈ ചെറു ഭൂചലന പരമ്പര ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായേക്കാം എന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിനെ തുടർന്ന് ഇസ്രയേലിൽ ഇപ്പോൾ വലിയ സുനാമി ഭീഷണിയാണുള്ളത്. അടിയന്തരമായി സുരക്ഷയ്ക്ക് വേണ്ട നടപടികളെടുക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇസ്രയേലിന്റെ ദേശീയ സെക്യൂരിറ്റി കൗൺസിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഇസ്രയേലിൽ ഒരു സുനാമി ഭീഷണിയാണ് ഇപ്പോൾ വിദഗ്ധർ കണക്കുകൂട്ടിയിരിക്കുന്നത്. ഇസ്രയേൽ തീരത്ത് സുനാമി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇത് കണക്കിലെടുത്ത് വേണ്ട തയ്യാറെടുപ്പുകൾ ക്രമീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ സർക്കാർ മന്ത്രാലയങ്ങൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി. ബുധനാഴ്ച റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം. ഇതിനെ തുടർന്ന് ഗ്രീക്ക് സർക്കാർ വ്യാഴാഴ്ച ദ്വീപിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേലിന് ഏകദേശം 200 കിലോമീറ്റർ നീളമുള്ള മെഡിറ്ററേനിയൻ തീരപ്രദേശമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് ബോർഡുകൾ. സുനാമി ഭീഷണി ഉണ്ടായാൽ ഇസ്രയേൽ എന്ന രാജ്യത്തിന് തയ്യാറെടുപ്പുകൾക്ക് വേണ്ടത് 2 മണിക്കൂർ. തീരദേശ നിവാസികൾ അടിയന്തര ശ്രദ്ധ പതിക്കണമെന്ന് ഭരണകൂടം പറയുന്നു. സുനാമി ഭീഷണി ഉയർന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പെട്ടെന്ന് നീങ്ങുക. ഭൂകമ്പ മേഖലയിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ള ദൂരം ഏകദേശം 900 കിലോമീറ്റർ. ഇത് കണക്കിലെടുക്കുമ്പോൾ ശക്തമായ ഭൂകമ്പത്തിൽ നിന്നുള്ള സുനാമി തരംഗങ്ങളുടെ ഏകദേശ മുന്നറിയിപ്പ് സമയം 2 മണിക്കൂറാണ്. ജനുവരി 26 മുതലാണ് ചെറു ഭൂചലനങ്ങൾ മേഖലയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയത്. ഇതിനകം 7700-ലധികം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ 6100-ലധികം ഭൂകമ്പങ്ങൾ റിക്ടർ സ്കെയിലിൽ 1-ൽ കൂടുതൽ രേഖപ്പെടുത്തി. 2000-ഓളം ഭൂകമ്പങ്ങളാണ് റിക്ടർ സ്കെയിലിൽ 5-നോടടുത്ത് നിൽക്കുന്നത്. ബുധനാഴ്ചയാണ് ഏറ്റവും ശക്തമായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്, 5.1. കുത്തനെയുള്ള കാൽഡറെ ചെരുവുകളിൽ സാന്ററോനിയ മേഖലയിൽ വലിയ മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. ചരിത്രപരമായി സമാനമായ സംഭവങ്ങൾ ഇസ്രയേലിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. 1507, 1508, 1870, 1926, 1956 വർഷങ്ങളിൽ വലിയ ഭൂകമ്പങ്ങൾ മൂലം വലിയ മണ്ണിടിച്ചിലുകൾ ആ മേഖലയിലുണ്ടായി. ഗ്രീസിലെ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുനാമിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഇസ്രയേലിൽ. സാന്ററോനിയയിൽ വലിയ ഭൂകമ്പം സംഭവിച്ചാലും അതിന്റെ തുടർചലനങ്ങൾ ഇസ്രയേലിനത്ര ഭയക്കേണ്ടതില്ല. എന്നാൽ പ്രഭവ കേന്ദ്രം കടലിലായതുകൊണ്ട് സുനാമി ഉടലെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. 2000-ലധികം അപകടകരമായ ചെറുഭൂചലനങ്ങൾ മേഖലയിൽ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സാന്റോറിനിക്ക് സമീപം കടലിൽ മൗണ്ട് കുളംബോ എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഭൂചലനങ്ങൾക്ക് ഈ അഗ്നിപർവ്വതവുമായി ബന്ധമുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ അന്വേഷിക്കുന്നു. 17-ാം നൂറ്റാണ്ടിലായിരുന്നു ഇതിനു മുൻപ് ഈ അഗ്നിപർവ്വതം വിസ്ഫോടനത്തിൽപ്പെട്ടത്. സുനാമി എന്ന പേര് രാജ്യാന്തര തലത്തിൽ ചർച്ചയായത് 2004-ൽ ക്രിസ്മസ് പിറ്റേന്നുണ്ടായ ആ സുനാമി അപകടത്തെ തുടർന്നാണ്. എന്നാൽ ചരിത്രാതീത കാലത്ത് പലവട്ടം ഇസ്രയേൽ മേഖലയിൽ ദോറിൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള സുനാമി തിരമാലകൾ പ്രവേശിച്ചിരുന്നു എന്ന് ചരിത്രരേഖകൾ. BC 479-ൽ ഗ്രീസിലെ പോർട്ടിഡയിൽ സംഭവിച്ച സുനാമിയായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ സുനാമി. ഗസ മുനമ്പിൽ വീണ്ടും ഹമാസുമായുള്ള സംഘർഷം കൂടുതൽ ദുഷ്കരാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ രാജ്യം നേരിടുന്നതും ഭയപ്പെടുന്നതും ഒരു സുനാമി ഭീഷണിക്ക്. അതാണ് ഇസ്രയേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നതും. പ്രതിരോധത്തിലും സേനാവിന്യാസത്തിലുമൊക്കെ ലോകത്തിൽ ഏറ്റവും ശക്തമായ സേനയാണ് ഇസ്രയേലിനുള്ളത്. പ്രതിരോധത്തിലും സേനാ സംവിധാനങ്ങളിലുമൊക്കെ അതിശക്തമായ അമേരിക്ക ഈ അടുത്ത കാലത്ത് കാട്ടുതീയിൽ വെന്തെരിയുന്നത് നമ്മൾ കണ്ടു. ഇത്രയധികം ബൗദ്ധികമായി വികസിച്ചിട്ടും സാങ്കേതിക തികവിലെത്തിയിട്ടും എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കാട്ടുതീ തടയാനായില്ല എന്ന ചോദ്യമായിരുന്നു ലോകം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ സുനാമി ഭീഷണി ഇസ്രയേൽ കൂടുതൽ ജാഗ്രതയോടെ നോക്കിക്കാണുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.